നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിയിലേക്കുള്ള, ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്കുള്ളവരെയൊക്കെ ദൈവം മുന്നമേ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കാര്യമാണ് ദൈവം നമ്മളെ വിളിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കിയത് ഒരുപക്ഷെ നമ്മുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ദിവസത്തിലായിരിക്കും, അല്ലെ? എന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ട്, എന്നെ കർത്താവ് തിരഞ്ഞെടുത്തതാണെന്നൊക്കെ എനിക്ക് ബോധ്യമായത് എന്റെ 22-ാമത്തെ വയസ്സിലാണ്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. പക്ഷേ ക്രിസ്തുരഹിതമായ ഒരു ജീവിതം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി, എവിടെയും ഒരെത്തും പിടിയില്ലാത്ത ഒരന്തരീക്ഷത്തിൽ ഇനി മുമ്പോട്ട് ജീവിക്കുവാൻ ഒരു നിർവാഹവുമില്ല. കാരണം നിരാശ, പാപത്തിന്റെ ഭാരം എന്ന വലിയ വിഷയം എനിക്ക് ചുമക്കേണ്ടി വന്നു. അതെന്നെ വളരെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഞാനൊരു സുവിശേഷ പ്രസംഗത്തിൽ അറ്റൻഡ് ചെയ്യുവാനായിട്ട് കോട്ടയം പട്ടണത്തിൽ വെച്ചാണ് അത് സംഭവിച്ചത്. അത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ചലഞ്ച് ഉണ്ടാക്കുവാനായിട്ട് ഇടയായി. യേശുവിനെ എനിക്ക് എൻ്റെ രക്ഷകന് കർത്താവായി എന്ന് സ്വീകരിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്നിലേക്ക് വന്നു എന്നുള്ളത് ഞാൻ അനുഭവിച്ചു. യേശു എന്നെ കണ്ടിട്ടുണ്ട്. യേശു കർത്താവിലൂടെ, ദൈവത്തിലൂടെ. യേശു എന്ന് എപ്പോഴും നമ്മൾ പറയുമ്പോൾ അത് യേശു ദൈവമാണ്, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. യേശു ക്രിസ്തു ദൈവമാണ്. അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് നല്ലതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അങ്ങനെ യേശു ക്രിസ്തുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടവനായി തീർന്നു. അപ്പോസ്തലൻ പൗലോസ് എന്റെ ജീവിതത്തിൽ പറയുന്നത്, ഗലാത്യ ലേഖനം 1-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത്, ആ വാക്യം കൂടെ നമ്മുടെ അറിവിലേക്കായിട്ട് ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. താൻ ഇങ്ങനെയാണ് പറയുന്നത്, ഗലാത്യ ലേഖനം 1-ാമത്തെ വാക്യത്തിൽ, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തം കൊണ്ട് ആലോചിക്കുകയോ. കണ്ടോ, എന്താണ് താൻ പറഞ്ഞത്? നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ ദമസ്കോസിന്റെ ആ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു തന്നെ സന്ദർശിച്ചെന്നും തന്നെ തൊട്ടെന്നും തന്റെ കണ്ണ് താൻ കുതിരപ്പുറത്ത് നിലത്ത് വീണെന്നും താൻ അവിടെ വെച്ച് കാഴ്ച ഇല്ലാത്തവനായി തീർന്നെന്നും തുടർന്ന് അതെ ദൈവത്തിന്റെ കൃപയെ താൻ നിറയപ്പെട്ട് പിന്നീട് സുവിശേഷ യാത്ര തുടങ്ങിയെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ താന് ഇവിടെ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ തന്റെ ജീവിതത്തിന്റെ അവസ്ഥ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ താൻ രേഖപ്പെടുത്തിയത്, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച്. കണ്ടോ, അപ്പോൾ താൻ ജനിച്ചപ്പോൾ തന്നെ ഇവനെ എനിക്കുള്ളതാണ്, ഈ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുവാനായിട്ട്, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഈ അപ്പോസ്തലൻ പൗലോസിനെ എന്ന് വേർതിരിച്ചു? എന്നെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു, തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്നു. അപ്പൊ കണ്ട, ജനനത്തിങ്കിൽ തന്നെ വിളിച്ചു. യെരമ്യാ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ, ഉരുവാകുന്നപ്പോൾ ജനനത്തെങ്കിൽ തന്നെ ദൈവം അറിയുന്നു, അല്ലെ? പിന്നെ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം അറിയുന്നു. പിന്നെ എഫെസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നതായ വളരെ പ്രധാനപ്പെട്ട കാര്യം, 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നല്ലോ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനെ തെരഞ്ഞെടുത്തിരുന്നു. എത്ര മനോഹരമായൊരു അവസ്ഥയാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു. ആ ദൈവം വിശ്വസ്തനാണ് എന്ന് നാം പറയുമ്പോൾ, നാം മനസ്സിലാക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഞാനും നിങ്ങളുമൊക്കെ, നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ജനനത്തിങ്കിൽ തന്നെ, അല്ല അതിന് മുമ്പ് തന്നെ, അല്ല കുറച്ചും കൂടെ പോകുമ്പോൾ ലോക സ്ഥാപനത്തിന് മുന്നേ തന്നെ ദൈവം നമ്മളെ കണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നാം ഈ കൃപയിൽ, ഈ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നത്.